33% വനിതകൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആളുകളാണ് സ്ത്രീകളുടെ വോട്ട് ബാങ്കിന്, സ്ത്രീകളുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനായിട്ട് അവർക്കേറ്റവും. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് കേരളത്തിലെ സ്ത്രീകൾ അവഗണനയുടെ പാതയിലായിരുന്നു എന്നുള്ളതറിയാം. അവർക്ക് എന്താണ് കേരള സർക്കാർ കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത്തരത്തിൽ അവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചുകൊണ്ട് നിങ്ങൾ 10 വർഷം, ഇനി ഞങ്ങൾ 10 വർഷം ഭരിക്കേണ്ടേ, നമുക്കിവിടെ ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ സ്ത്രീകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, പെട്രോളിനും ഡീസലും വില വർധനമായോ? പ്രശ്നം നമുക്ക് വെക്കാം ആണോ? അതെ, ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകും. ടിക്കറ്റ് കൊടുക്കില്ല എന്നല്ലല്ല സർക്കാർ നമ്മളോട് പറഞ്ഞത്, ടിക്കറ്റ് എടുക്കണ്ടെന്നാ. ഒരേ കാര്യമാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള സമയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ പറയണമായിരുന്നു എന്ത്, ഞങ്ങളുടെ സർക്കാർ ആകട്ടെ, ഞങ്ങളുടെ സർക്കാർ ആയതിനു ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തരാം. പക്ഷെ അവർ കൃത്യമായി 15-ാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ ഈ 15 എന്ന ഡേറ്റിന് അവരെന്താ ഉദ്ദേശിക്കുന്നത്?